ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളിയായിട്ട് നടക്കാൻ പോകുന്ന ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. അങ്ങനെ മഹാലക്ഷ്മിക്ക് ഭയങ്കര സംശയം. ഇതിനെല്ലാത്തിനും പിറകിൽ ഇവര് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആക്സിഡന്റ് ഉണ്ടായല്ലോ, ലോറിയുടെ ആക്സിഡന്റോ, അതിന്റെ പിന്നിൽ ഇവര് തന്നെയാണോ എന്ന് നമ്മുടെ മഹാലക്ഷ്മിക്ക് നല്ല സംശയം കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് മഹാലക്ഷ്മി വീണ്ടും ആലോചിക്കുകയാണ്. അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഒന്നും കൂടി തന്നെ മഹാലക്ഷ്മി ആലോചിക്കേണ്ടത്. അതെ, അതൊരു ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതക ശ്രമം തന്നെയാണ് എന്ന് നമ്മുടെ മഹി ഉറപ്പിക്കുകയാണ്. അപ്പൊ ഇതിനെ പിന്നിൽ ആരാന്ന് പ്രത്യേകിച്ച് ആലോചിച്ച് കൂട്ടേണ്ട കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇനി ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല. കാരണം തന്റെ കുടുംബജീവിതമാണ് ഇവർ ഇല്ലാതാക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ താൻ മനസ്സിലാക്കിയ ഈ കാര്യം എത്രയും പെട്ടെന്ന് എന്താണ് കണ്ണേട്ടനെ അറിയിക്കണം എന്ന് തന്നെ മഹാലക്ഷ്മി തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി പക്ഷെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് തെളിവുകൾ വേണം. അതുകൊണ്ട് തന്നെ അന്നത്തെ കാര്യങ്ങളെല്ലാം തന്നെ മഹാലക്ഷ്മി ഓരോന്നോരോന്നിട്ട് ആലോചിച്ചെടുക്കണം. അന്ന് പോയതും തിരിച്ചു വരാൻ സമയത്ത് ലോറി ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്നും പെട്ടെന്ന് വന്നുള്ള ലോറി ഇടിയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കുറെ നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവസാനം ആ ഒരു നിഗമനത്തിലേക്ക് നമ്മളെ മഹാലക്ഷ്മി എത്തുകയാണ്. അതെ, അതൊരു ആക്സിഡന്റ് അല്ല, അതൊരു കൊലപാതക ശ്രമം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഞ്ജുവിനെയാണ്. മഞ്ജുവിന്റെ അടുത്താണെങ്കിൽ സാഗർ വരുന്നുണ്ട് കേട്ടോ. മഞ്ജു ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കായിരിക്കും. സാഗർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മഞ്ജു, എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, തനിക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് വരാമോ? ഞാൻ വരാം എന്ന് മഞ്ജു പറയാണ്. അങ്ങനെ ബൈക്കിലേക്ക് മഞ്ജു സാഗറിന്റെ കൂടെ കയറുന്നുണ്ട്. സാഗറിന് ഭയങ്കര സന്തോഷമാവാട്ടോ. കാരണം ബൈക്കിൽ കയറിയതേ മഞ്ജു സാഗറിന്റെ തോളത്ത് വലത് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശേഷം അവരൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്. ആളൊഴിഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ വെച്ച് തന്നെ മനസ്സ് തുറക്കണം എന്ന് തന്നെ സാഗർ തീരുമാനിക്കുകയാണ്. അങ്ങനെ സാഗർ മഞ്ജുനോട് പറയുന്നുണ്ട്, ഞാൻ തന്നോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പക്ഷേ തനിക്കത് എങ്ങനെയാണ് തനത് എടുക്കാന്നുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. എന്താച്ചാ പറഞ്ഞോ എന്ന് പറയുന്നുണ്ട്. അല്ല, ഞാൻ പറയാതെ തന്നെ തനിക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ യാത്ര ഇങ്ങനെ തുടരുന്ന സമയത്ത് പെട്ടെന്നാണ് ആ ഒരു സിഗ്നലിൽ വെച്ചിട്ട് മേഘനാഥൻ ഈ കാഴ്ച കാണുന്നത്. നോക്കുമ്പോ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ ബൈക്കിൽ പോവാട്ടോ. പക്ഷെ മേഘനാഥന് ഈ സാഗറിന്റെ മുഖം കാണുന്നില്ല, കാരണം ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ മേഘം നോക്കുമ്പോഴേക്കും ഹെൽമെറ്റ് വെച്ചത് കാരണം ഇയാളുടെ മുഖം കാണുന്നില്ല. ഇവള് അങ്ങനെ മഞ്ജു ആണെങ്കിൽ പുറം തിരിഞ്ഞാണ് ഇരിക്കണേലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ജു ആണോ എന്നൊരു സംശയം മേഘനാഥനുണ്ട്. മേഘനാഥൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, അത് മഞ്ജു തന്നെയാണോ, അവള് തന്നെയാണോ അത്? ഇനി അവളെ പോലത്തെ വേറെ ആരെങ്കിലും ആണോ? അതറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിൽ പോകണം, വീട്ടിൽ പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ വീട്ടിലേക്ക് പോകുവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മഞ്ജു ഇല്ലട്ടോ. അവളെ വിളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് മഞ്ജുവിന്റെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് മേഘൻ. ആ സമയത്ത് മഞ്ജു ആണെങ്കിൽ സാഗറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അയ്യോ, ദേ മേഘേട്ടൻ വിളിക്കുന്നുണ്ട് എന്ന് പറയണം. ഇനി ഞാനിവിടെ വന്ന കാര്യം അറിഞ്ഞിട്ടാണോ വിളിക്കുന്നത് എന്ന് മഞ്ജു പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, എന്തായാലും താൻ ഫോൺ എടുക്ക്, ഫോൺ എടുത്തിട്ട് എന്താന്ന് അന്വേഷിക്കുക. അല്ല, ഞാൻ എവിടെയാണെന്ന് പറയണം. അത് താൻ വലിയൊരു പർച്ചേസ് ആണെന്നോ അല്ലെങ്കിൽ ചേട്ടനെ കാണാൻ പോയെന്നോ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, എനിക്ക് എത്ര പെട്ടെന്ന് വീട്ടിൽ പോകണം. അല്ല, എന്താ പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് പോയിക്കോളാം, ഞാൻ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടേ ആക്കാം എന്ന് പറയാണ്. തന്നോട് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, താൻ എന്തിനാടോ ഒരു ജീവിതമുള്ളൂ, ആ ജീവിതം ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഇങ്ങനെ ജീവിക്കണത്? അങ്ങനെ ജീവിച്ചു കളയേണ്ട ജീവിതമാണോ കണ്ണേട്ടന്റെ അനിയത്തിക്കുള്ളത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവല്ലേ. എടോ, ഭർത്താവ് അതൊക്കെ പഴയ കാലത്ത്. ഭർത്താക്കന്മാർ എന്ത് തോന്നിവാസം കാണിച്ചാലും ഏത് പെണ്ണിന്റെ കൂടെ പോയി കിടന്നാലും അവിഹിതം ചെയ്താൽ പോലും ഭാര്യമാര് മിണ്ടാതെ അടിമകളെ പോലെ നിൽക്കും. താൻ അങ്ങനെയാണോ? താൻ ഇത്ര പഠിച്ച് വിവരമുള്ള പെണ്ണല്ലേ? നിങ്ങളെപ്പോലെ ഇങ്ങനെ വിചാരിക്കുന്ന പെണ്ണുങ്ങൾ കാണോ ഈ നാട് നശിഞ്ഞു പോണത്? അങ്ങനെ വൃത്തികെട്ട ഒരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ആ ടോക്സിക് ബന്ധത്തിൽ നിന്ന് എങ്ങനെയൊക്കെ മാറിയിട്ട് വേറൊരു ജീവിതം ഉണ്ട്, ആ ജീവിതം ജീവിച്ച് തീർക്കാണ് വേണ്ടത്. അല്ലാതെ ആ മേഘന്റെ കാലിന്റെ അടിയിൽ എടുക്കേണ്ട കളയേണ്ട ജീവിതമല്ല തന്റെ എന്നൊക്കെ പറയണം. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു കാര്യം പറയണ്ടേ, തനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ മഞ്ജുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിലും മഞ്ജുക്ക് അറിയാം അത് പെട്ടെന്ന് നടക്കില്ലെന്ന്. ഒന്നാമത്തെ കാര്യം, മേഘനായിട്ട് നിയമപരമായിട്ട് വിവാഹം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് എങ്ങനെയെങ്കിലൊക്കെ നടത്തിയേ പറ്റൂ. കാരണം മഞ്ജുക്ക് അത്രമാത്രം ആഗ്രഹമുണ്ട് മേഘനാഥന്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് എങ്ങനെയെങ്കിലൊക്കെ സാഗരനായിട്ട് ജീവിക്കണമെന്നും തന്റെ കണ്ണേട്ടനെയും അതുപോലെ തന്നെ ഏടത്തിയുടെ കൂടെയൊക്കെ സുഖമായിട്ടിരിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ മഞ്ജു അതിനെയൊക്കെ മൗനമായിട്ട് സമ്മതം മൂളുമായിട്ട് ചെയ്തത്. അപ്പൊ മേഘനാഥന്റെ കാര്യം മനസ്സിലായി. മഞ്ജു തന്നെയാണ് സാഗറിന്റെ കൂടെ, സാഗരല്ല ഒരു പയ്യന്റെ കൂടെ കണ്ടെന്നുള്ള കാര്യം മേഘനാഥ വീട്ടിൽ വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അതേസമയം പിന്നീട് കാണിക്കുന്ന മഹാലക്ഷ്മിനെയാണ്. ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടോ? അത് ഞാൻ പറഞ്ഞ കണ്ണേട്ടൻ അത് വലിയ ബഹളമൊന്നും ആക്കി എടുക്കരുത്. താൻ എന്താ വെച്ചാൽ കാര്യം പറഞ്ഞോ? അത് അന്നത്തെ ആ ലോറി അപകടമില്ലേ? അതെ, അതൊരു അപകടം മാത്രമാണോന്ന് എനിക്കിപ്പോ ഒരു സംശയം പോലെ. തനിക്ക് എന്താടോ ഇപ്പൊ ഒരു സംശയം എന്ന് ചോദിക്കണം. അല്ല, എനിക്കെന്തോ അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇപ്പൊ സംഭവം അതുപോലെ തന്നെ ലോറി അപകടമൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അത് അപകടം ആയിരുന്നില്ല, എന്നെ കൊല്ലാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തത് തന്നെയാണ് എന്ന് പറയണം.
താൻ പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ എനിക്കത് സത്യമാണെന്ന് തോന്നുവാണ്. കാരണം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വീൽ ചെയറിലല്ലേ, എവിടെയും പോകുന്നുമില്ല, അതുകൊണ്ട് എന്നെ കൊല്ലാൻ പറ്റില്ല. പക്ഷെ താൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകുന്നു, ശത്രുക്കൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ സ്വത്തുക്കളൊന്നും വേറെ ആർക്കും പോവില്ലല്ലോ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചാലല്ലേ കുഞ്ഞു കുട്ടി താന് എന്നൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് മിക്കവാറും ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഇത് വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാണ്. ഇത് എന്തായാലും അന്വേഷിച്ചേ മതിയാകൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കണ്ണൻ. അപ്പൊ നമുക്ക് തന്നെ പോലീസ് കേസ് കംപ്ലൈന്റ് കൊടുക്കാന്നൊക്കെ മഹിയും പറയാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന മേഘനാഥനെ തന്നെയാണ്. മേഘനാഥൻ മഞ്ജു തിരിച്ചു വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കാട്ടോ. അപ്പൊ നമ്മുടെ സാഗർ തന്നെയാണ് മഞ്ജുവിനെ തിരിച്ചു വീട്ടിലിന്റെ അടുത്ത് വരെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പൊ അവളിങ്ങോട്ട് വരട്ടെ, അവളെ വെച്ചിട്ടുണ്ട്, അവള് പോയിരിക്കുന്ന അവളെ കാമുകന്റെ കൂടെ. അതേതവനാണെന്ന് എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. മിക്കവാറും അവൻ തന്നെയായിരിക്കും ആ സാഗർ എന്ന് പറഞ്ഞ അലവലാതി. അവൾ ഇങ്ങോട്ട് വരട്ടെ എന്നൊന്നിലോ രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഇവളെ പക്ഷെ ഉപദ്രവിക്കാനും പറ്റില്ല. ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കണ്ണേട്ടനോട് അവള് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ സ്വത്തുക്കൾ 10 പൈസ കിട്ടാൻ പോണില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞാലും അവളെ നൈസായിട്ട് ഒഴിവാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഇവള് മരിച്ചാൽ എന്താ കുഴപ്പം? മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവായിട്ടുള്ള എനിക്കല്ലേ സ്വത്തുക്കൾ കിട്ടുള്ളൂ എന്നൊക്കെ മേഘനാഥൻ കടന്നു ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം ഉണ്ണിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഈശ്വര, ഇതെങ്ങാനും പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ താൻ പെട്ടുപോകുമല്ലോ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ തൊഴിലാളിനെ നന്നായിട്ടൊന്ന് പോലീസുകാർ കുടഞ്ഞു കഴിഞ്ഞാൽ അയാള് സത്യങ്ങളൊക്കെ പറയും. അല്ലെങ്കിൽ തന്നെ ഭയങ്കര സംശയമാണ് ഏടത്തിക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും. അതുകൊണ്ട് തന്നെ പോലീസുകാരെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും? കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി പുറകെ നടക്കേണ്ടി വരുമല്ലോ. ഈശ്വര, അത് മാത്രമല്ല കൊലശ്രമത്തിനാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. എല്ലാം പൊളിയോലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയായിട്ട് ഉണ്ണി. അതേപോലെ തന്നെ മഞ്ജു ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾ അതിൽ കൈ കടത്തണ്ടെന്ന് പറഞ്ഞിട്ട് മഞ്ജു ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേഘന്റെ അമ്മനെ നിലക്ക് നിർത്തുന്നുണ്ട്. നിങ്ങളുടെ മകൻ ഒരുപാട് പെണ്ണുങ്ങളുടെ കൂടെ പോകുന്നുണ്ടല്ലോ, ഞാൻ അത്ര തരത്തിലല്ല പോയത്. ഞാൻ പോയത് ചിലപ്പോൾ എന്റെ ചേട്ടന്റെ കൂടെ ആയിരിക്കാം, ചിലപ്പോൾ എന്റെ കസിന്റെ കൂടെ ആയിരിക്കാം, അത് അന്വേഷിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിലക്ക് നിർത്തുന്നുണ്ട് മഞ്ജു. ആ ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണെന്ന് അറിയില്ല. നമ്മുടെ മാമനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ മരിച്ച പോലെ ഇങ്ങനെ കിടക്കുവാട്ടോ. അങ്ങോട്ടേക്കാണോ ഇങ്ങോട്ടേക്കാണോ എന്ന് അറിയില്ല. അപ്പൊ ഡോക്ടറെ ഞെട്ടിക്കുന്ന സത്യം പറയാണ് നമ്മുടെ മേഘനാഥനോട് ഉണ്ണിയെടുത്തും പ്രതാപനോടത്തൊക്കെ. വേറൊന്നുമല്ല, ഇനി ഒരിക്കലും ജീവിതകാലത്തിൽ ഒരിക്കലും നമ്മുടെ മാമന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. അത് എവിടെയൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും പിന്നെ സംസാരശേഷി ഇപ്പൊ ഇല്ല. അത് വരുമായിരിക്കും, അതിനും വലിയ ഉറപ്പൊന്നും ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ മേഘനാഥൻ തളർന്നു പോകണോ. ഒരു ചണ്ടി പോലെ ആയിട്ടുള്ള അച്ഛനെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാട് ഇതാവാട്ടോ. ഇപ്പൊ ആലോചിക്കാൻ വയ്യ, കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ ചവിട്ടി പുറത്താക്കും. കാരണം വെറുതെ തിന്നാൻ മാത്രമുള്ള ഒരു യന്ത്രത്തിന് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് മേഘനാഥന്റെ സ്വഭാവമല്ലേ, അയാളെ പിടിച്ച് പുറത്താക്കാനും മതി. എന്തായാലും അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ് തന്നെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും ഇന്നു മുതൽ കറക്റ്റ് ആയിട്ട് ഞാൻ പ്രൊമോ റിവ്യൂസ് ഒക്കെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്റെ ഏതോ ജന്മകൽപ്പനയിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് റിവ്യൂ വേറൊരു ചാനൽ ഇടാം. അതിന്റെ ലിങ്ക് കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുക്കാം. അപ്പൊ മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.